ഈ രണ്ട് എണ്ണൽ സംഖ്യകളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് 5, രണ്ടാമത്തേത് 0. അതിൽ വട്ടപൂജ്യം ഈ ആദ്യത്തെ നമ്പറായി 5 വളരെയധികം പ്രത്യേകതയുണ്ട്. അതായത് ഈ പൂജ്യമായി ആദ്യത്തെ നമ്പറായ 5ന് വളരെയധികം പ്രത്യേകതയുണ്ട്. പഞ്ചപാണ്ഡവർ, പഞ്ചാഗ്നി, പഞ്ചഭൂതങ്ങൾ, പഞ്ചശിരസ് ഇങ്ങനെ പോകുന്നു. എന്നാൽ 5ന്റെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ, പഞ്ചഭൂതങ്ങളുടെയും നാഥനായി സങ്കല്പിക്കുന്ന ശിവഭഗവാൻ പ്രധാനമായും 5 പേരുകളിലായിട്ടാണ് അറിയപ്പെടുന്നത്. പരമശിവൻ, ദക്ഷിണാമൂർത്തി, വീരഭദ്രൻ, മൃത്യുഞ്ജയൻ, ഭൈരവൻ ഇങ്ങനെയാണ്. ഇനി ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കുവാനായിട്ട് മഹാദേവന്റെ മൂലമന്ത്രമായ ഓം നമഃശിവായ എന്ന് കമന്റായിട്ട് അറിയുക. അപ്പോൾ ഈ പറഞ്ഞത് 5ന്റെ മഹിമയാണെങ്കിൽ 0യ്ക്ക് അങ്ങനെ എടുത്തു പറയാൻ പ്രത്യേകിച്ച് ഡെഫിനിഷനുകളോ ഒന്നും തന്നെ ഇല്ല, അഥവാ മഹിമ ഒന്നും തന്നെ ഇല്ല. ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ പൂജ്യത്തിനെ ശൂന്യം എന്നാണ് വിളിക്കാറ്. അപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ സങ്കല്പിക്കുക. എന്നിട്ട് ഈ 2 നമ്പറുകളിൽ ഒന്ന് നിങ്ങൾ മനസ്സ് പറയുന്ന ആ ഒരു നമ്പർ നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു നമ്പർ ഏവരും സെലക്ട് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഏറ്റവും ആദ്യത്തെ നമ്പർ 5 തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി മൈൻഡ് റീഡിംഗ് ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തി വാക്കുമാറാത്ത വ്യക്തിയാണ്. അതായത് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് പോലെ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കാവുന്ന പ്രകൃതമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇപ്പോൾ സങ്കല്പിച്ചിരിക്കുന്നത് ഈ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതായത് ആ വ്യക്തിയെ തിരുമേനി നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയിരിക്കെ ആ വ്യക്തിയെ കുറിച്ച് ഇത്ര കൃത്യമായിട്ട് തിരുമേനിക്ക് എങ്ങനെ പറയാൻ സാധിക്കും എന്ന് നിങ്ങൾ ഒരു പക്ഷേ ചോദിച്ചേക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതൊരു ഉപമയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കാം. അതായത് ഈ ഒരു നമ്മൾ സൈക്കിളൊക്കെ പഠിക്കുന്ന സമയത്ത് നിരവധി തവണയൊക്കെ ബാലൻസ് തെറ്റി താഴെ വീണിട്ടുണ്ടാകും. അപ്പോൾ സൈക്കിൾ ഓടിക്കുവാൻ പഠിച്ച ശേഷം ഒന്ന് മനഃപൂർവ്വം താഴെ വീഴുവാൻ ശ്രമിച്ചു നോക്കിയേ, എത്ര ശ്രമിച്ചാലും വീഴുവാൻ സാധിക്കില്ല. അതിന് കാരണം എന്തെന്നാൽ, അതായത് അഭ്യാസത്തിന്റെ ഫലം ഈ പറഞ്ഞതുപോലെ ഇത് തന്നെയാണ്. ഇത്തരക്കാർക്ക് അസത്യം പറയാനോ അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുവാനോ ഇവിടെ മനസ്സാക്ഷി ഇവരെ അനുവദിക്കില്ല. അവര് പക്ഷെ എത്ര ശ്രമിച്ചാലും ഈ പറഞ്ഞ പോലെ തുടങ്ങുന്നത് പൊള്ളത്തരത്തിലേക്കാണ്, എങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ധാർമ്മികതയിൽ ആയിരിക്കും. അതായത് ശിക്ഷണത്തിന്റെ ഗുരുത്വം അല്ലെങ്കിൽ അഭ്യാസത്തിന്റെ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷി പോലെ പരിപൂർണമായി വിശ്വസിക്കാം. ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള അടയാളങ്ങളുടെ ബയോഡാറ്റ ഇവിടെ ആ ഒരു മൈൻഡ് റീഡിംഗ് പ്രകാരം കിട്ടിയതാണ്. ഇനി നിങ്ങളെ കുറിച്ച് ആ വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് എന്നത് പറയാം. നിങ്ങൾ ശരിയായ ഈശ്വര പാതയിൽ സഞ്ചരിക്കുന്നവരും സത്യസന്ധരും ആണെന്ന് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങളുമായി ഏത് കാര്യം ഷെയർ ചെയ്യുവാനും ഇതിന് മുൻപ് ഒരു മടിയും കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുവാനും പോകുന്നില്ല. കാരണം നിങ്ങൾ പത്തനമാറ്റ് തനി തങ്കമാണ് എന്ന് ആ വ്യക്തിക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. ഇത് ഇത്ര ക്ലിയർ ആയിട്ട് പറയാൻ കാരണം നിങ്ങളുടെ ആ ഒരു ക്യാരക്ടറും ക്വാളിറ്റിയും ആ വ്യക്തി നേരിട്ട് കണ്ടും അല്ലാതെയും പലവട്ടം മനസ്സിലാക്കിയിട്ടുണ്ട്. അത് തന്നെ ആ വ്യക്തിയെ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉള്ളവരും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കുവാൻ സന്മനസ് ഉള്ള ഒരു വ്യക്തിയുമാണ് നിങ്ങൾ. ഈ ഒരു കാര്യം ഇങ്ങനെയാണ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളുമായി ആ വ്യക്തി പല പ്രാവശ്യം ഇടഞ്ഞു സംസാരിച്ചിട്ടുണ്ട് എങ്കിലും അത്രയധികം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ആ ഒരു അവിഭാജ്യ ഘടകം എന്നോണമാണ് നിങ്ങളെ ആ ഒരു വ്യക്തി മനസ്സിൽ സങ്കല്പിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ആ ഒരു നമ്പർ 5 എന്ന അക്കം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു തൊടുകുറി റീഡിങ്. ഇനി അടുത്തത് രണ്ടാമത്തെ നമ്പറായ 0 അല്ലെങ്കിൽ 0 തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ആ ഒരു
മൈൻഡ് റീഡിംഗ് ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യം ആ വ്യക്തിയുടെ ബയോഡാറ്റ ഒന്ന് പറയാം. അതിനുശേഷം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറയാം. നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു വെച്ച വ്യക്തി ഒരു വാപോയ കോടാലിയാണ്. അതായത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഒരു ചൊല്ലുണ്ട്, ആ ഒരു വായ്ത്തല പോയ കോടാലി എങ്ങോട്ട് വേണമെങ്കിലും കൊത്താം, ആർക്ക് എന്ത് ചെയ്ത. ഈ പറഞ്ഞ പോലെ വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു സ്വഭാവത്തിന് ഉടമയാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ഒരു വ്യക്തി. അത് മാത്രമല്ല, ഞാനും എന്റെ സുഖവും, അതിനാണ് ഈ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലൊക്കെ മുൻഗണന കൊടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു സ്വാർത്ഥ ചിന്താഗതി ഈ വ്യക്തിയുടെ കൂടപ്പിറപ്പായത് കൊണ്ട് തന്നെ ആരെയും ചതിക്കുവാനും വഞ്ചിക്കുവാനും മടിയില്ലാത്ത ആളാണ്. എന്നാൽ ഈ വ്യക്തിക്ക് ജന്മനാ കൈ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കഴിവ് എന്തെന്നാൽ തന്നോട് അടുക്കുന്ന ആളുകളെ അവരിൽ ബലഹീനത മനസ്സിലാക്കി ചൂഷണം ചെയ്യുവാൻ ആ വ്യക്തിക്കുള്ള കഴിവ്. അത് മറ്റാർക്കും തന്നെ. ഇതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ മുൻപിൽ കരഞ്ഞു കാണിച്ചാലാണ് ആ കാര്യം നേടുകയുള്ളൂ എന്ന് ആ വ്യക്തിക്ക് തോന്നിയാൽ ആ വ്യക്തി സെന്റിമെന്റ്സ് ഇറക്കി ആ ഒരു വ്യക്തിയുടെ കാര്യം അത് നേടിയെടുക്കും. എന്നാൽ നിങ്ങൾ ഒരു തികഞ്ഞ ദൈവവിശ്വാസിയാണ്, അതുകൊണ്ട് ദൈവത്തിനെ നന്നായി പുകഴ്ത്തി പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രീതി പിടിച്ചു പറ്റുവാനൊക്കെ സാധിക്കുമെന്ന് ഈ വ്യക്തിക്ക് തോന്നിയാൽ ഈ പറഞ്ഞ രീതിയിലായിരിക്കും ആ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത്. ആ ഒരു പ്രത്യേക തരം ആ ഒരു കാര്യം ഓർക്കുക. ഈ സംസാരത്തിൽ നല്ല ദയാവായ്പ് ഈ വ്യക്തി പ്രകടിപ്പിക്കും എങ്കിലും ഉള്ളുകൊണ്ട് ആ ഒരു മറ്റുള്ള ആളുകളോടൊക്കെ യാതൊരുവിധ മനസാക്ഷിയും ആ ഒരു ദയയും ഇല്ലാത്ത മനസ്സിന്റെ ഒരു ഉടമയാണ് ആ ഒരു വ്യക്തി. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അതിനുള്ള ധൈര്യവും തന്റെ ഒന്നും ആ വ്യക്തിക്കില്ല. അഥവാ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കഴിവ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എങ്കിൽ അങ്ങനെ ഒരു ഭീരുവായ ആ ഒരു വ്യക്തി ഭീരുവായിട്ട് മാറില്ലായിരുന്നു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് ആ വ്യക്തിയുടെ കഴിഞ്ഞ കാല ചരിത്രം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, സ്വന്തം ലാഭത്തിനൊക്കെ വേണ്ടി ഈ വ്യക്തി മറ്റുള്ള ഇതര വിഷയങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന ആ ഒരു നഗ്ന സത്യം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയോട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണപ്രിയനാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ആ ഒരു വ്യക്തിയുടെ മറ്റൊരു പ്രത്യേകത എന്താണ് എന്ന് വെച്ചാൽ വാക്ക് പാലിക്കില്ല. അതായത് രാത്രി ഒരു രീതിയിൽ പറഞ്ഞാൽ നേരം പുലർന്നാൽ അത് മാറ്റി പറയും. എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയല്ല ഇന്നലെ പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു നുണ പറയുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത്രയുമാണ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച ആ ഒരു വ്യക്തിയുടെ ബയോഡാറ്റ ഇവിടെ പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് തോന്നിയാൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എൻ്റെ പ്രത്യേക സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മ നക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.